A very good morning to all. So, today we'll be starting with a new unit in education, which is teaching learning methods. ഇപ്പോൾ നിങ്ങളുടെ സ്കൂൾ മുതൽ കോളേജ് വരെയുള്ള കാലഘട്ടം നോക്കുകയാണെങ്കിൽ ഓരോ ടീച്ചറും പഠിപ്പിക്കുന്ന രീതിയിൽ ഓരോ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഓരോ ടീച്ചർക്കും ഓരോ സ്റ്റൈൽ ഉണ്ടാവാം. ഓരോ സബ്ജക്റ്റ് പഠിപ്പിക്കാനായിട്ട് പല പല രീതികൾ ഉപയോഗിച്ചെന്ന് വരാം. ലൈക്ക് ജോഗ്രഫി അല്ലെങ്കിൽ ഹിസ്റ്ററി എന്നൊക്കെ പറയുമ്പോൾ ഫുള്ളി ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്കൊക്കെ വെച്ചിട്ട് അതൊക്കെ വായിച്ച് പഠിപ്പിച്ച് പറ്റുമെങ്കിൽ ആ ഒരു ഏരിയ ഒന്ന് വിസിറ്റ് ചെയ്ത് പഠിക്കുന്ന രീതിയാവാം ഹിസ്റ്ററി ജോഗ്രഫിയിലൊക്കെ ഉപയോഗിക്കുക. അതേസമയം കെമിസ്ട്രി ഫിസിക്സ് നോക്കുകയാണെങ്കിൽ കൺസെപ്റ്റ്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് ലാബിൽ പോയിട്ട് ഇത്രയോടെ ക്ലാരിറ്റിക്ക് വേണ്ടി ആ ഒരു എക്സ്പെരിമെൻ്റ് നടത്തിയിട്ടാവാം ടീച്ചർ അത് പഠിപ്പിക്കുന്നത്. സോ ഓരോ സബ്ജക്റ്റും കുട്ടികളിലേക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യാനായിട്ട് ടീച്ചർ ഉപയോഗിക്കുന്ന ടീച്ചിങ് മെത്തേഡ്സ് ആണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കാൻ പോകുന്നത്. ലൈക്ക് വിൽ ബി സീയിങ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ലൈക്ക് ലെക്ചർ, ഡിസ്കഷൻ, സിംപോസിയം, സിമുലേഷൻ, മൈക്രോ ടീച്ചിങ്, അങ്ങനെ പല പല മെത്തേഡ്സ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കും. അതിനോടൊപ്പം തന്നെ ഈ ഓരോ മെത്തേഡ്സും ഏത് ടൈപ്പ് ഓഫ് ടീച്ചിങ് അല്ലെങ്കിൽ ഏത് ഏരിയ പഠിപ്പിക്കാനാണ് ഏറ്റവും കൂടുതൽ ഗുണപ്രദം, ഈ ഓരോ ടീച്ചിങ് മെത്തേഡ്സിനും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്, ഇതിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ്, ഡീമെറിറ്റ്സ് എന്തൊക്കെയാണ്, ഈ ഡീമെറിറ്റ്സിനെ ഒന്ന് ഓവർകം ചെയ്യാനായിട്ട് നമ്മൾക്ക് ഒരു ടീച്ചർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. So first about teaching learning methods. As we said earlier, teaching learning methods refers to an orderly, logical course of action taken to accomplish a particular educational goal. So ഒരു educational goal achieve ചെയ്യാനായിട്ട് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഓർഡർലി ലോജിക്കൽ കോഴ്സ് ഓഫ് ആക്ഷൻ ബൈ ദ ടീച്ചർ, ഇതിനെയാണ് ഒരു ടീച്ചിങ് ലേണിംഗ് മെത്തേഡ് എന്ന് പറയുക. സോ ടീച്ചിങ് ലേണിംഗ് മെത്തേഡ്സ് റെഫേഴ്സ് ടു ആൻ ഓർഡർലി ലോജിക്കൽ കോഴ്സ് ഓഫ് ആക്ഷൻ ടേക്കൺ ടു അക്കംപ്ലിഷ് എ പർട്ടിക്കുലർ എഡ്യൂക്കേഷണൽ ഗോൾ. The actual selection and use of particular method or strategy should be based on the expected outcomes, the principles of learning and the need of learner. സോ ഏത് ടീച്ചിങ് ലേണിംഗ് മെത്തേഡ് ആണ് യൂസ് ചെയ്യേണ്ടത്, ഏത് സ്ട്രാറ്റജിയാണ് അഡോപ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്, ഈ ഒരു ലേണിങ്ങിൽ കൂടി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഔട്ട്കം എന്താണ്, ഈ ഒരു ലേണിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ് എന്തൊക്കെയാണ്, ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ നീഡ്സ് എന്തൊക്കെയാണ്, ഇതനുസരിച്ചായിരിക്കും ഏത് മെത്തേഡാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ സക്ഷനിങ് പഠിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ സക്ഷനിങ് കുറേ ലെക്ചർ നോട്ട്സ് തന്നതുകൊണ്ട് നമ്മുടെ എക്സ്പെക്റ്റഡ് ഔട്ട്കം അച്ചീവ് ചെയ്യുമോ? ഇല്ല. ഇവിടെ എക്സ്പെക്റ്റഡ് ഔട്ട്കം എന്താ? സ്റ്റുഡൻറ്റ് ഒരു പേഷ്യൻറ്റിൽ സക്ഷനിങ് സേഫായിട്ടും പ്രോപ്പറായിട്ടും അഡ്മിനിസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ അത് ക്യാരി ഔട്ട് ചെയ്യുക എന്നതായിരിക്കും ഒരു സക്ഷനിങ് പ്രൊസീജിയറിൻ്റെ എക്സ്പെക്റ്റഡ് ഔട്ട്കം. അപ്പോൾ അവിടെ കുറേ നോട്ട്സ് തന്നതുകൊണ്ടോ അല്ലെ കുറേ എക്സ്പ്ലെയിൻ ചെയ്തതുകൊണ്ടോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെർബലി പറഞ്ഞതുകൊണ്ടോ ഈ ഒരു ഔട്ട്കം അച്ചീവ് ചെയ്യുമോ? ഇല്ല. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് റിട്ടേൺ ഡെമോൺസ്ട്രേഷൻ എടുത്ത് കുട്ടീനെ സേഫായിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ് വേണ്ടത്. സോ ഓരോ ടീച്ചിങ്ങിനും അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടീച്ചിങ് ലേണിംഗ് മെത്തേഡ് വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഇത് സെലക്ട് ചെയ്യാൻ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങളാണ് ദ എക്സ്പെക്റ്റഡ് ഔട്ട്കം, ദ പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ് ആൻഡ് ദ നീഡ്സ് ഓഫ് ലേണർ. So teaching learning methods, they help the teacher to conduct teaching in an agreeable, student-friendly and a successful manner by initiating and maintaining the link between the subject matter and the student. So ഓരോ ടീച്ചിങ് ലേണിംഗ് മെത്തേഡും ഒരു ക്ലാസ്സിൽ ഒരു കൺഡ്യൂസീവ് എൻവയൺമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ആ ഒരു കാര്യം പഠിപ്പിക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ ഇതുവരെ നമ്മൾ പറഞ്ഞത് ടീച്ചിങ് ലേണിംഗ് മെത്തേഡ്സ്
These refers to an orderly logical course of action which is taken by the teacher to accomplish a particular educational goal. The actual selection of a teaching learning method depends upon the expected outcome, the principles of learning, and the needs of learner. So whenever a teacher conduct the teaching learning process according to the appropriate teaching learning methods, she makes it in a conducive environment, in an agreeable, student-friendly and successful manner by maintaining and initiating the link between the subject matter and the student. So proper ആയിട്ടുള്ള ലേണിംഗ് മെത്തേഡ്സ് ഉപയോഗിച്ച് പഠിപ്പിക്കുമ്പോൾ ആ ഒരു എന്താ സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി മെത്തേഡിൽ കൂടി ഈ ഒരു കാര്യം പഠിപ്പിക്കാനായിട്ട് ഒരു ടീച്ചറിന് പറ്റും. So this helps the teacher to conduct the teaching in an agreeable, student-friendly and successful manner by initiating and maintaining the link between the subject matter and the student. Now coming to the classification of teaching methods. So teaching methods can be classified on two ways, that is based on the degree of dominance as well as depending upon the utility of teaching methods. Based on the degree of dominance, a teaching method can be classified as a teacher-centered learning method and a learner-centered learning method. While depending upon the utility of teaching methods, the teaching methods are classified as large group methods, small group methods and individual methods. So ഒന്നുകൂടെ പറയാം, ക്ലാസിഫിക്കേഷനിൽ നമ്മൾക്ക് രണ്ട് ബ്രോഡ് കാറ്റഗറീസ് ആണ് ഉള്ളത്. ആദ്യത്തേത് ബേസ്ഡ് ഓൺ ദ ഡിഗ്രി ഓഫ് ഡോമിനൻസ്. സോ ആരുടെ റോളാണ് ഡോമിനൻറ്റ് എന്നതിനനുസരിച്ച് ടീച്ചിങ് ലേണിംഗ് മെത്തേഡ്സിനെ രണ്ടായിട്ട് തിരിക്കാം, വിച്ച് ഇസ് teacher-centered learning method and learner-centered learning method. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ യൂട്ടിലിറ്റി ഓഫ് ടീച്ചിങ് മെത്തേഡ്സ്. സോ യൂട്ടിലിറ്റി ഓഫ് ടീച്ചിങ് മെത്തേഡ് അനുസരിച്ച് ലേണിംഗ് മെത്തേഡ്സിനെ ലാർജ് ഗ്രൂപ്പ് മെത്തേഡ്, സ്മോൾ ഗ്രൂപ്പ് മെത്തേഡ് ആൻഡ് ഇൻഡിവിജ്വൽ മെത്തേഡ്സ് ആയിട്ട് തിരിക്കാം. നൗ ലെറ്റ്സ് സീ വൺ ബൈ വൺ. The first classification was teacher-centered learning methods. So in teacher-centered learning methods, the teacher plays an active role and the student's role is minimized to a passive listener. So ഇവിടെ teacher-centered പേരിലുള്ള പോലെ തന്നെ ഇവിടെ മെയിൻ റോൾ അല്ലെങ്കിൽ ആക്റ്റീവ് റോൾ എന്ന് പറയുന്നത് ടീച്ചർക്കായിരിക്കും. സ്റ്റുഡൻസിന് വേറെ പ്രത്യേകിച്ച് റോൾസ് ഒന്നും ഉണ്ടായിരിക്കില്ല. ഈ ടീച്ചർ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ടീച്ചർ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പാസീവായിട്ട് കേട്ടിരിക്കുക മാത്രമാണ് സ്റ്റുഡൻസ് ചെയ്യുക. സോ ഇതിന് എക്സാമ്പിളാണ് നമ്മളുടെ ടിപ്പിക്കൽ ലെക്ചർ. ഇപ്പം നടക്കുന്ന പോലത്തെ ലെക്ചേഴ്സ് അല്ല. പണ്ട് കോളേജുകളിലൊക്കെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരു ലെക്ചറർ വന്ന് ഒരു പോഡിയത്തിൽ കയറി നിന്ന് ഒരു മണിക്കൂർ പ്രസംഗിച്ചിട്ട് പോകുന്നത്. സ്റ്റുഡൻസ് അവിടെ ഒന്നും മിണ്ടില്ല, ജസ്റ്റ് കേട്ടിരിക്കുക അല്ലെങ്കിൽ നോട്ട്സ് എഴുതുക മാത്രമായിരിക്കും ചെയ്യുക. So that is an example for teacher-centered method. The other examples include demonstrations, bedside clinics. ഈ എല്ലാ മെത്തേഡ്സിലും സ്റ്റുഡൻറ്റിൻ്റെ റോൾ എന്ന് പറയുന്നത് they are just passive listeners, while teacher plays an active role in the teaching learning method. The next classification was learner-centered method. So in learner-centered methods, the learners actively participate in teaching learning process, and some of the examples are group discussion, role play, project work. So teacher-centered മെത്തേഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ലേണർ-സെൻറ്റേർഡ് മെത്തേഡ്. ഇവിടെ ആക്റ്റീവ് റോൾ അല്ലെങ്കിൽ മോർ ഇഫക്റ്റീവ് റോൾ എന്ന് പറയുന്നത് ലേണേഴ്സിൻ്റെ ആയിരിക്കും. അവരായിരിക്കും ഈ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ലൈക്ക് ഇൻ ഗ്രൂപ്പ് ഡിസ്കഷൻ. ഇവിടെ ഗ്രൂപ്പ് ഡിസ്കഷനിൽ ടീച്ചർ ഒരു പാസീവ് റോൾ അല്ലെങ്കിൽ അതിനെ ഒന്ന് ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും പ്രോപ്പർ ട്രാക്കിലാണോ പോകുന്നതെന്ന് നോക്കാനായിട്ടും മാത്രമായിരിക്കും ടീച്ചറിൻ്റെ റോള്. ബാക്കിയുള്ള